ചിത്രരംഗത്ത് തിളങ്ങുന്നവരോട് നമുക്കെല്ലാവർക്കും എപ്പോഴും ഒരു ആരാധനയാണ്. അത് ചിത്രരചനയായാലും സംഗീതമായാലും നൃത്തമായാലും ഒക്കെ അങ്ങനെ തന്നെ. ഇന്നത്തെ വനിതയിൽ ചിത്രകലാരംഗത്ത് വളരെ സജീവമായ ഒരു അതിഥിയാണ്. വർഷങ്ങളായി ചിത്രകലയെ സ്നേഹിക്കുന്ന രതി ദേവി പണിക്കരുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം, വനിതയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് വരകളുടെയും വർണ്ണങ്ങളുടെയും ഒക്കെ ലോകത്തിലേക്കുള്ള രതി മാമിന്റെ ഒരു വരവ്? ഞാൻ ജനിച്ചതും വളർന്നതും ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. പക്ഷെ അന്നൊക്കെ ഇങ്ങനൊരു വര, ഈ ചിത്രം വര എന്ന് പറയുന്ന ഒരു കരിയറിലേക്ക് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇവിടെ അത് അറിയില്ല, പെയിന്റിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പരിചയമുള്ളത് ക്ഷേത്രകലകളാണ്. ഡാൻസ്, പാട്ട്, കൂത്ത്, കഥകളി, ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് നല്ല പാട്ടുകാരി ആവണം, അതല്ലെങ്കിൽ നല്ലൊരു ഡാൻസർ ആവണം, ഇതൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ ഇതിന് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കും. ഡാൻസ്, പാട്ട്, എല്ലാത്തിലും നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സ്കൂളിലൊക്കെ. അപ്പോൾ ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. ഫാദർ ഒരു ആർട്ടിസ്റ്റായിരുന്നു. തകിലിസ്റ്റ് ഗോപിനാഥ പണിക്കർ. പിന്നെ പെട്ടെന്ന് എന്തോ എനിക്കറിയില്ല, ആ മരിച്ച് 15 ദിവസം ഞാൻ ഇതിലേക്ക് വരികയായിരുന്നു. അത് എങ്ങനെ വെച്ചാൽ ശിവകാശി കലണ്ടറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ കർപ്പൂരപ്പെട്ടികളൊക്കെ വരും. അപ്പൊ കർപ്പൂരപ്പെട്ടികളുടെ പുറത്തൊക്കെ നല്ല കൃഷ്ണന്റെ പടം, ഗണപതിയുടെ, അങ്ങനെ ഈ ദൈവങ്ങൾ, ഹിന്ദു ദൈവങ്ങളൊക്കെ. അപ്പൊ ചുറ്റും അയൽവാസികളെല്ലാം ദൈവങ്ങളായതുകൊണ്ട് ദൈവങ്ങളാണ് നമുക്ക് വരയ്ക്കാൻ വരച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് മ്യൂറൽ ചിത്രങ്ങൾ അതൊന്നും അറിയില്ല, കണ്ടിട്ടില്ല. രവിവർമ്മ പെയിന്റിംഗ് ഒന്നും കണ്ടിട്ടില്ല. അന്ന് നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ശിവകാശി കലണ്ടറാണ്. അങ്ങനെ ഞാൻ അതിരുന്ന് കോപ്പി ചെയ്യും, എല്ലാം കോപ്പി ചെയ്യും. പക്ഷെ ആരും പറഞ്ഞു തരുമൊന്നുമില്ല, അങ്ങനെ കോപ്പി ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വരയ്ക്കണം എന്നോ ഒന്നും അറിയില്ല അന്ന്. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അന്ന് കളറും ഇല്ല, അന്ന് മഞ്ഞള് അതുപോലെയൊക്കെയുള്ള കളറുകളൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളറിന്റെ ലോകത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാണ് വരയ്ക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഒരു ഫോർമൽ ട്രെയിനിങ് തുടങ്ങിയത്? ഞാൻ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഈ ചുമരിലൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പം ഇത് പല ആൾക്കാരും കാണാമല്ലോ. അപ്പം അതിൽ നിന്ന് ഒരാൾ ശ്രദ്ധിച്ചിട്ട്, അതായത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, FACTയിലെ അന്നത്തെ മാനേജിങ് ഡയറക്ടറായിരുന്നു, ഗോപാലകൃഷ്ണൻ എന്ന് പറയും. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ കൊണ്ടുതരാം, കുട്ടിക്ക് അത് പരിചയപ്പെടണം, എന്നിട്ട് ഫൈൻ ആർട്സിൻ്റെ കോളേജുണ്ട്, അവിടെ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ രവിവർമ്മയുടെ ചിത്രങ്ങൾ കാണുന്നതും. റംബ്രാണ്ടിൻ്റെ ഒരു ബുക്ക് എനിക്ക് കൊണ്ടു തന്നു. പിന്നീട് കുറേ കാലങ്ങൾ എനിക്കിത് ഈ റംബ്രാണ്ടിൻ്റെയും രവിവർമ്മയുടെയും കളറുകൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരുന്നു, വർക്കുകളെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ ചേരുന്നത്. അപ്പം അന്നെല്ലാം ഞാനിതെല്ലാം കോപ്പി ചെയ്തുകൊണ്ട് അങ്ങനെ. അപ്പം അതിനകത്ത് ഒരു സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് കണ്ടിട്ടാണ് കോളേജിൽ അന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊന്നും കിട്ടില്ല ഇത്, കാരണം എന്തൊരു സ്കില്ലാണ് ഇതിനകത്ത്, ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തള്ളിക്കളയെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അന്ന് നല്ല മാർഗം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടി. അങ്ങനെയാണ് ആ ഒരു, പിന്നെ മാറുകയാണല്ലോ നമ്മുടെ കാഴ്ചയുടെ ഒരു ഇത് അറിവിൻ്റെ വലുതാവാണ്. അത് ഫൈൻ ആർട്സ് കോളേജിൽ ചെന്നതിന് ശേഷമാണ്. അപ്പോൾ പഠനം കഴിഞ്ഞ് എന്ത് മീഡിയത്തിൽ വരച്ചു തുടങ്ങണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എന്തിലായിരുന്നു ആദ്യം വരച്ചു തുടങ്ങിയത്? എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല മീഡിയയെ സംബന്ധിച്ച്. ഏത് മീഡിയത്തിലാണ് കൂടുതലായിട്ട് വരയ്ക്കാറുള്ളത്? അന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പല മീഡിയകളും നമ്മൾ എക്സ്പെരിമെൻ്റ് ഇത് വെക്കാണല്ലോ, പല പരീക്ഷിച്ച് വെക്കാണ്. എല്ലാ മീഡിയ, ഓയിൽ കളർ, അതുപോലെ വാട്ടർ കളർ, ചാർക്കോള്, പെൻസിൽ, എന്തും പലതും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടം വരയ്ക്കാൻ ഏതിലായിരുന്നു? ഓയിലിൽ അന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത്, കാരണം എനിക്ക് വഴങ്ങുന്ന ഒരു മീഡിയം ഇത് ഓയിലായിരുന്നു.
ഓയിലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല പല ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ ചാണകമൊക്കെ ഉണ്ടല്ലോ, അന്നൊക്കെ ചാണകം കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഒരു വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. അന്നൊന്നും അറിയില്ല ആരൊക്കെ ഷീല ഗൗഡ് ചെയ്തിട്ടുണ്ടോ അവർ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ഒരു പിടുത്തമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ചാണകം ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ പഴയ അടുക്കളയിൽ എൻ്റെ അമ്മുമ്മ ചുമരിൽ ചാണകം പതിപ്പിച്ച് വെച്ചിട്ട് അതിനകത്ത് വിത്തുകളെല്ലാം നടുമായിരുന്നു, കൃഷിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതെനിക്ക് എന്നും, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതല്ലേ. അന്നൊന്നും എനിക്ക് ഷീല ഗൗഡിനെ അറിയില്ല, വേറെ ആരെയും അറിയില്ല. അപ്പോൾ ഞാനിത് എൻ്റെ ഓർമ്മയിൽ ഇത് കിടക്കുകയാണ്. ഇതെല്ലാം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അല്ലാണ്ട് ഇത് കണ്ടംപററി ആണോ, അല്ല ഞാൻ കണ്ടംപററി ആവണം, അങ്ങനെയൊന്നുമില്ല. അത് ആ ഒരു പ്രോസസ്സിൽ അങ്ങനെ പോവാണ്. നമ്മൾ ഓർമ്മയെന്നും അത് വെച്ച് അങ്ങോട്ട് ചെയ്യുന്ന ഓരോ മീഡിയയൊക്കെ ഒരുമിച്ച് കരിയോ എന്തൊക്കെയോ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇഷ്യൂസ് ആണ് ചിത്രങ്ങളിലൂടെ വരയ്ക്കാൻ ശ്രമിക്കാറ്? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഞാൻ കൊണ്ടുവരാറില്ല. അല്ല, അതിനുവേണ്ടി ശ്രമിക്കാറില്ല. അങ്ങനെ ഇഷ്യൂസ് ഇങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ അത് ഒരു പ്രോസസ്സിൽ വരുന്നു. അപ്പോൾ നമ്മളുടെ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം വരും. അതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂസ് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല. കൂടുതൽ സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് വരയ്ക്കാറ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യർ, ജീവികൾ, അങ്ങനെ. മാമിൻ്റെ ചിത്രങ്ങളിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആ ബ്രൈറ്റ് കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സത്യത്തിൽ ഞാൻ കളറിനെ കുറിച്ച് അത്ര കോൺഷ്യസ് അല്ല. അതായിരിക്കും അത്ര നല്ല കളർ വരുന്നത്. കളറൊന്നും അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല എനിക്ക്. അങ്ങനെ ചെയ്യുന്നു. പ്രോസസ്സ് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമൊക്കെയാണ്. കളർ ഏതും ഇഷ്ടമാണ്, ബ്രൈറ്റും ഇഷ്ടം, അല്ലാതെ ഇഷ്ടമാണ്. മാമിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു വർക്കാണല്ലോ റെഡ് എലിഫന്റ്. ആ ചിത്രത്തിനെ കുറിച്ചൊന്ന് പറയാമോ? ആന എനിക്കിഷ്ടമുള്ളൊരു മൃഗമാണ്. പ്രത്യേകിച്ച് ഞാൻ ഉത്സവമൊക്കെ സ്ഥിരം കാണാൻ പോകുന്നതാണ്. എനിക്ക് ആനയൊക്കെ ഇഷ്ടമാണ്. കാട്ടിൽ പോയിട്ടും ആനയെ കാണും. അപ്പോൾ ഇതിലിങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുന്നിലിരിക്കുന്നത് അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഇരുത്തുന്നു, നമ്മളാണ് ഇരുത്തുന്നത്. ഒരിക്കൽ എനിക്ക് അങ്ങനെ ഇത് ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ പ്രകൃതി, അത് മാറ്റിമറിക്കുകയാണല്ലോ നമുക്ക് വേണ്ടി. അതിൽ അവർക്ക് സ്പേസ് നഷ്ടപ്പെടുകയാണ്. അവരുടെ ഒരു റീപ്ലേസ്മെൻ്റാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കാണുമ്പോഴൊക്കെ എനിക്കത് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ, ഇങ്ങനെ ഡ്രീമും കാര്യങ്ങൾ അങ്ങനെ പോകാറുണ്ട് കേട്ടോ. എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനെ കൊണ്ടിങ്ങനെ ഇരുത്തിയിരിക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. കൂടുതൽ ചിത്രങ്ങളിലും മുഖം മറയ്ക്കപ്പെട്ട സ്ത്രീയെയും പുരുഷനെയും കാണാറുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിൽ? ഒരു സമയത്ത് ഞാൻ കാക്കനാട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു, ഇൻ്റർനാഷണൽ സ്കൂളിൽ. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് ഒരു വീടെടുത്തു. അത് ഒരു കോളനി ആയിരുന്നു. എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ താമസിക്കുമ്പോൾ, പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്താണ് മുന്നിലുള്ളത്? ഇതിലേറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്താണ് ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികളെ, സ്വാമിമാരെ, അനാശാസ്യ പ്രവർത്തനം, ഇങ്ങനെ എല്ലാത്തിൻ്റെയും പേരിൽ ആളുകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാനലുകളും ഈ TV തുറന്നു കഴിഞ്ഞാൽ ഇതേ കാണുള്ളൂ. ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരിക, മുഖത്ത് തുണിയിട്ട് ഇങ്ങനെ ടവൽ, അങ്ങനെ പലതരം സാധനങ്ങൾ വെച്ചിട്ട് മറിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. പിടിക്കുക എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറി കേരളം. ഭയങ്കര തമാശയിരുന്ന സമയത്ത് എല്ലാവരും പിടിക്കുക. അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഒരു സീൻ ഞാൻ കണ്ടു. ഒരു സ്ത്രീയെ ഒരു പുരുഷനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അനാശാസ്യമാണ് വിഷയം. അപ്പോൾ ഇവർ ചാനലുകാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ സ്ത്രീയുടെ കയ്യിലൊരു ടവലുണ്ട്. പക്ഷെ ഇങ്ങേരുടെ കയ്യിൽ, പുരുഷൻ്റെ അങ്ങേരുടെ കയ്യിലില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങേരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ഈ സ്ത്രീയുടെ മുന്താണി എടുത്തിട്ട് അത് ഭയങ്കര കളർഫുള്ളായിരുന്നു. അതാ ഞാൻ ചോദിച്ചു, ഈ കളർഫുൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നു നേരത്തെ ചോദിച്ചില്ലേ, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വളരെ തിളക്കം എന്തൊക്കെയോ മുത്തോ എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്തു. അതെടുത്തിട്ട് ഇങ്ങനെ ഈ മനുഷ്യൻ മുഖം മറിക്കുകയാണ്. അന്നാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഈ സ്ത്രീ ഇത് ഇങ്ങനെ തടയണമൊക്കെ ചെയ്യേണ്ടത്, പക്ഷെ അങ്ങർക്കും രക്ഷയില്ല. ഇവരുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യണം ഈ ചാനലിൽ നിന്ന്. മോഹം ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ ഈ തിളക്കമുള്ള മുന്താണി കൊണ്ട് ഇങ്ങനെ മറച്ച് എനിക്ക് അന്ന് ആ ഒരു ചിത്രം അതാണ് സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ അന്ന് ഇങ്ങനെ കുറേ ചിത്രങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി, ഈ മുഖം മറച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഈ വെയിൽ സീരീസിൽ എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 10 കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതിനൊരു ഒരു പുറത്തു വന്നിട്ടുള്ള വർക്കുകൾ ഞാൻ പറയുന്നത്. അതല്ലാതെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു പ്രത്യേകം ടൈറ്റിലുണ്ടോ? ടൈറ്റിലുണ്ട്. പാസ്വേഡ് എന്ന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടാണ് തുടങ്ങിയത്. പാസ്വേഡ്. ഒരു ഗ്രൂപ്പ് ഷോ കഴിയുമ്പോഴേക്കും ആ ഒരു ഗ്രൂപ്പ് ഷോയിൽ ഒരു വർക്ക് ശ്രദ്ധിക്കപ്പെടും. ഉടനടി അടുത്ത ഗ്രൂപ്പ് ഷോ കിട്ടും എനിക്ക്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ സോളോ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഷോ ആയിട്ട് മാറിയിരിക്കുക. ഒരുപാട് എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ടല്ലോ, ഗ്രൂപ്പായും സോളോ ആയും. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സോളോ അത് ഞാൻ ചെയ്തിട്ടില്ല, ഗ്രൂപ്പാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പാണ് എനിക്ക് ഒരു ഗ്രൂപ്പ് ഷോ കഴിയുമ്പോഴേക്കും ആ ഒരു ഗ്രൂപ്പ് ഷോയിൽ ഒരു വർക്ക് ശ്രദ്ധിക്കപ്പെടും. ഉടനടി അടുത്ത ഗ്രൂപ്പ് ഷോ കിട്ടും എനിക്ക്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ സോളോ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരിലും ഒരാൾ അതിനകത്തൊരു ഒരു വർക്ക് വരുന്നു, ഒരു സോളോ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ. അപ്പം അങ്ങനെ അതെ ഇപ്പോൾ ഒരു ടീം വർക്ക് അങ്ങനെ വരുന്നു. അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഷോയിൽ വരിക. ഇപ്പോൾ എക്സിബിഷൻ കാണാൻ ഒരുപാട് പേര് വരാറുണ്ടാവും, അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ടാവും. എങ്ങനെയാണ് അതിനൊക്കെ നോക്കി കാണുന്നത്? അല്ല, ആളുകളിൽ അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവുമല്ലോ. ക്രിറ്റിസൈസ് ചെയ്യും, അതൊക്കെ ഇത് ഗംഭീരമാണെന്ന് പറയും, ഇത് മോശമാണെന്ന് പറയും, ഇത് ടു സ്കിൽഫുൾ ആണെന്ന് പറയും, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ നമ്മളത് ഇങ്ങനെ ആര് പറയുന്നു എന്നൊക്കെ ശ്രദ്ധിക്കും. എല്ലാവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റില്ല. നമ്മളുടെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ നീങ്ങും. അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്രിറ്റിസിസോ അപ്രിസിയേഷനോ എന്തെങ്കിലും ഉണ്ടോ? നല്ലതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നല്ല ഗാലറി, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഗാലറിയൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം അവർ അങ്ങനെ കണ്ടല്ലേ പറ്റുമോ. അങ്ങനെ നല്ല ഗാലറി ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു ഷോയിൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയ 2 ഗാലറികൾ വന്നിട്ട് എൻ്റെ വർക്കിനെ കുറിച്ച് അങ്ങനെ ഒരു അവർ നോട്ട് ചെയ്തു, അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു, നോട്ട് ചെയ്തു. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു, അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. കാരണം അങ്ങനെയൊന്നും ഇവിടെ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറഞ്ഞ് ഇതിനെ ഡിസ്കറേജ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടാകാറ്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളുണ്ട്. അവരുടെ നല്ല സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ വലിയ സന്തോഷം, അതൊക്കെയാണ് ശക്തി. മാമിനെ തേടി വന്നിട്ടുള്ള അംഗീകാരങ്ങൾ, അതിനെക്കുറിച്ചൊന്നും പറയാം. അംഗീകാരങ്ങൾ എന്ന് പറയുന്നതായിട്ട് ശരിക്കും ഈ വർക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, വളരെ നമുക്കൊരു വിശ്വസിക്കാവുന്ന ചില വ്യക്തികൾ സംസാരിച്ചത് വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ അവാർഡ് എന്ന് പറയുന്ന 2 അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് തന്നെ സെൽഫ് റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളൊരു അവാർഡ് എന്ന് പറയുന്നത് ഈ മഹിളാ തിലകം അവാർഡ്, 101 സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള അവാർഡ്. കാരണം അവർ ഏറ്റവും സീനിയറായിട്ടുള്ള, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾക്കാണ് കൊടുത്തത്. ഒന്ന് സജിത ശങ്കറിനും ഒന്ന് എനിക്കും. അതിനു മുമ്പ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയിട്ടില്ല, സെൽഫ് റെസ്പെക്റ്റ് തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ എന്തെങ്കിലും നമ്മളൊരു വർക്കിനെ റെസ്പെക്റ്റ് ചെയ്ത് അപ്രിഷിയേറ്റ് ചെയ്ത് തന്നൊരു അവാർഡാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ ഒരു നമ്മളെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കാഡമി അല്ലെ അവർ നടത്തുന്ന ഏതെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുമോ,
അല്ലെങ്കിൽ ക്യാമ്പുകളൊക്കെ നടന്നിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. ഞാൻ ആകെ എൻ്റെ ഈ കലാജീവിതത്തിൽ ഈ അക്കാഡമിയുടെ ഒരൊറ്റ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഒരൊറ്റ ക്യാമ്പിൽ, നിങ്ങൾക്ക് പറയുമ്പോൾ അതിശയം തോന്നും, ഒരൊറ്റ ക്യാമ്പിലും പങ്കെടുത്തിട്ടുള്ളൂ അക്കാഡമിയുടെ. ഈ കഴിഞ്ഞ വർഷം നടന്നൊരു ക്യാമ്പിന്, കോഴിക്കോട് വെച്ച് നടന്ന ക്യാമ്പിന്. അല്ലാതെ ഞാൻ ക്യാമ്പിലൊന്നും ഉണ്ടാവാറില്ല. ഈ അവാർഡ് എനിക്ക് അങ്ങനെ ഒരു അംഗീകാരമായിട്ട് തോന്നി. അത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമൊക്കെ തോന്നി. അവർ നന്നായിട്ട് അവിടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കല എന്ന് പറയുന്നത് ഈ വർണ്ണങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിങ്ങനെ സംഭവിക്കാം. വിശാലമായ ഒരു ലോകമാണത് കല എന്ന് പറയുന്നത്. അത് വർണ്ണങ്ങൾ കൊണ്ട് ചെയ്യുന്നു, വർണ്ണങ്ങളില്ലാണ്ട് ചെയ്യാം. മനസ്സിൽ ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളോട് ആരാധന. എനിക്ക് സുരേന്ദ്രൻ നായരൊക്കെ തോന്നിയിട്ടുണ്ട് ആരാധനകൾ തോന്നുന്ന ആർട്ടിസ്റ്റായിട്ട്. പിന്നെ എനിക്ക് ആരാധനയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു തോന്നിയത് കൃഷ്ണകുമാറാണ്. KP കൃഷ്ണകുമാർ, മരിച്ചു അദ്ദേഹം. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് മലയാളികൾ, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ ബിനാലെ ചെയ്തിരിക്കുന്നത്, അത് തീർച്ചയായിട്ടും അവർ രണ്ടുപേരും നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. റിയാസും പിന്നെ തീർച്ചയായിട്ടും ബോസും. അതിൻ്റെ കാരണം ഒരു ബിനാലെ നടന്നു പോയതല്ല, അത് ഒരു വലിയ യുദ്ധവും കൂടിയായിരുന്നു. ഈ യുദ്ധത്തിനെ ഫേസ് ചെയ്യുക, പിന്നെ അങ്ങനെ ഒരു ബിനാലെ നടത്തുക, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തവരാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അത് തുടക്കത്തിൽ തന്നെ, പക്ഷേ അത് നടന്നു, സാധ്യമായി. അത് ആ ഫൗണ്ടേഷനെ സമ്മതിക്കണം. വലിയൊരു സ്പേസ് അല്ലേ കിട്ടിയത് കൊച്ചിക്ക്, അല്ലേ? വർണ്ണങ്ങളുടെ ലോകത്ത് ഇനിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാ? കല എന്ന് പറയുന്നത് ഈ വർണ്ണങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിങ്ങനെ സംഭവിക്കാം. വിശാലമായ ഒരു ലോകമാണത് കല എന്ന് പറയുന്നത്. അത് വർണ്ണങ്ങൾ കൊണ്ട് ചെയ്യുന്നു, വർണ്ണങ്ങളില്ലാണ്ട് ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അതിൽ എനിക്ക് അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കും. കളർ കൊണ്ട് സംഭവിക്കും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കും. അങ്ങനെ ആ ഒരു പ്രോസസ്സുമായിട്ട് എനിക്ക് ജീവിക്കണം. ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതാണ് എൻ്റെ ആഗ്രഹം, സ്വപ്നമൊക്കെ. പിന്നെ ഇങ്ങനെ ചിലപ്പോൾ എന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ കുറച്ച് ഒരു സ്കൂളൊക്കെ തുടങ്ങണമെന്നുണ്ട്. കുട്ടികളൊക്കെ ഒരുമിച്ച് അങ്ങനെ ഒരു ഇതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യണം. അതൊക്കെയാണ്. അപ്പോൾ കലയുടെ ലോകത്ത് ഇനിയും മാമിൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് മുൻപോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. രതി ദേവി പണിക്കരുടെ കലാവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വനിതാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. കാത്തിരിക്കുക.